മാജിക് ഇൻ ലൂപ്സ്. അപ്പോൾ മാജിക് ഇൻ ലൂപ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഷെൽ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓരോ ഷേപ്പിൻ്റെയും പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നോക്കിയാൽ നമുക്കറിയാം ഷെല്ലിൻ്റെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഷെൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പേഴ്സ് അതുപോലെ ഇപ്പോൾ മാത്സ് ആയിട്ടോ അങ്ങനെ പല പല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റിച്ച് പഠിച്ചാൽ. അപ്പോൾ ഇതൊന്ന് മൾട്ടി കളറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി സ്റ്റിച്ച് ചെയ്തു, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടായിരുന്നല്ലോ, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ബേസിക്കലി നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് കൂടുതലും ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതുപോലെ ഈ ഷെൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു വേ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുന്നു. നമ്മുടെ ബേസിക്സ് ആണത്. സ്ലിപ്പ് നോട്ട് ഇട്ടു. പിന്നെ നമ്മൾ വി സ്റ്റിച്ചിലെ പോലെ തന്നെ ഒരു റോ ഓഫ് ചെയിൻസ് ആണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫൗണ്ടേഷൻ ചെയിൻസ് ഇടാൻ പോവുക. അപ്പോൾ അതിൻ്റെ നമ്പർ വി സ്റ്റിച്ചിൻ്റെ ഒരു സെർട്ടൻ പാറ്റേൺ പറഞ്ഞല്ലോ, അതുപോലെ ഇതിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 6+2 ആണ്. അതായത് 6ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയ ഒരു നമ്പർ എടുക്കുക, അതിൻ്റെ കൂടെ 2 ചെയിൻസ് അഡീഷണൽ ആഡ് ചെയ്യുക. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 12, 18, 24, 30, 36 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ +2 ആയിരിക്കണം ടോട്ടൽ ഫൗണ്ടേഷൻ ചെയിൻ്റെ നമ്പർ. ഇപ്പോൾ ഞാനിവിടെ 32 വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. 6 × 5 30 ആണല്ലോ, +2 അങ്ങനെ ടോട്ടൽ 32. അപ്പോൾ ആദ്യം തന്നെ 32 ചെയിൻസ് ആഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇത് നമ്മൾ ഈ ചെയിൻസിൻ്റെ ഈക്വൽ സൈസിൽ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസായി പോവരുത്, ഒരുപാട് ടൈറ്റും ആയി പോവരുത് ചെയിൻസ്. അതെല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ബേസിക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ അതാദ്യം പോയി കണ്ടിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഓവർ 20 ആയിട്ടുണ്ട്. 21 22 23 24 25 26 27 28 29 30 31 and 32 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്ര വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാലും ഓരോ റോയും കഴിയുമ്പോൾ ആ ചെയിൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റിച്ചസിൻ്റെ ഒക്കെ നമ്പർ കൗണ്ട് ചെയ്ത് ഉറപ്പാക്കി പോവുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് മൊത്തം തെറ്റി അഴിച്ച് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന വർക്കാണ് ക്രോഷ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തെറ്റിയിട്ട് പിന്നെയും റീവർക്ക് ചെയ്യാതെ അത്രയും ബുദ്ധിമുട്ടാണല്ലോ. ചെയിൻസിൻ്റെ നമ്പർ 32 അല്ലേന്നൊന്ന് കൗണ്ട് ചെയ്ത് ഉറപ്പാക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 and 32 നമ്പർ കറക്റ്റാണ്. ഇനി നമ്മൾ അടുത്ത റോ ഷെൽ സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്. അത് വർക്ക് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും. നമ്മൾ ബേസിക് സ്റ്റിച്ചസിൽ പഠിച്ച ആദ്യത്തെ 2 സ്റ്റിച്ചസ് അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചസ് അറിയാത്തവരാണെങ്കിൽ ആദ്യം അത് പഠിക്കുക ഡീറ്റെയിൽ ആയിട്ട്, എന്നിട്ട് ഇതിൽ വർക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫസ്റ്റ് എങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഹുക്കിലെ വർക്കിംഗ് ലൂപ്പിൽ നിന്നും സെക്കൻഡ് ചെയിനിലേക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ വർക്ക് ചെയ്ത ഈ ചെയിനിൽ നിന്ന് 2 ചെയിൻസ് തൊട്ട് നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യുക. 1 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേലേക്ക് എങ്ങനെ യാൺ ഓവർ ചെയ്ത് ചെയിൻ്റെ അകത്തോടെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ പിടിച്ച് വലിക്കുക. അപ്പോൾ 3 ലൂപ്സ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിനെയും കൂടെ 2 ആക്കി പിന്നത്തെ 2നെ 1 ആക്കി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സെയിം വേ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ ഈ സെയിം സ്പേസിലേക്ക് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് and 5th. ഇനി നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക്, അതായത് ഈ 1 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഷെൽ
ഷേപ്പിൽ നമ്മുടെ ഫസ്റ്റ് ഷെൽ സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എങ്ങനെയാണ്? വീണ്ടും നെക്സ്റ്റ് ഇപ്പം വർക്ക് ചെയ്താൽ അതിന്ന് ചെയിനിൽ നിന്ന് 2 എണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 5 ഡബിൾ ക്രോഷ്യസ് സെയിം ചെയിനിൽ ചെയ്യാം കേട്ടോ, തൊട്ട് മുന്നേ ചെയ്ത പോലെ. ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇനി വീണ്ടും നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വയ്ക്കുക. ഇനി ഈ ഒരു പാറ്റേൺ സെയിം ഇതും ഈ ചെയിൻസ് മൊത്തം ചെയ്ത് കൊടുക്കുക. നമ്മളിട്ട 32 ചെയിൻസിലും ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തേതിലേക്ക് ഡബിൾ ക്രോഷ്യ വയ്ക്കുക. അങ്ങനെ 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇവിടെ 3rd ഷെല്ല് കിട്ടി നമ്മുടെ. വീണ്ടും നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിലേക്ക് 1 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ 3 ഷെൽസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സെയിം വേ ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഷെല്ല് കഴിഞ്ഞ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ഡബിൾ. ഇപ്പോൾ ഇവിടെ ഒരു കെട്ട് കിടപ്പുണ്ട്, കണ്ടോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് ഈ സ്റ്റിച്ചിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുകയാണ്. അത് വലിയ പ്രശ്നമില്ല, കണ്ടോ, ഹൈഡായി പൊക്കോളും. അങ്ങനെ നമുക്ക് ചെയ്യാം, അറിയുന്നില്ലല്ലോ. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ലാസ്റ്റ് 3 സ്റ്റിച്ചസ് ആണ് അല്ലേ ബാക്കിയുള്ളത്, 1 2 3. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത പോലെ 2 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇത് എൻഡ് ചെയ്യാണ്. ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും, ഇതിപ്പോൾ ഒരു ബോർഡർ പോലെ അല്ലേ, ഒരു ബോർഡർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ബോർഡർ, അതായത് ഒരു ബോർഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഡിസൈനാണ്. ഇപ്പോൾ നമുക്കിതൊരു ഇപ്പോൾ കർച്ചീഫിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രോക്കിന്, ബേബി ഫ്രോക്കിനൊക്കെ ചെയ്യാൻ പറ്റും. ബോർഡർ ആയിട്ട് എൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യണ പോലെ ഇങ്ങോട്ടെടുത്ത് ലോക്ക് ചെയ്യും, കണ്ടോ. പിന്നെ നമുക്കൊരു ബോർഡർ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്തിൽ ഇത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാ ടൈലറിങ് മെഷീനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ അറിയാവുന്നവർ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കില്ലേ, അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ മെഷീൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ബാക്കിലേക്ക് ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഹൈഡായി പൊക്കോളും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഷെൽ സ്റ്റിച്ച് ബോർഡറായിട്ട് ക്ലോത്ത്സിനോ അല്ലെങ്കിൽ ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി
നമ്മളങ്ങനെ ഒരു ബോർഡർ ആയിട്ടല്ല ചെയ്യുന്നത്, ഈ ഒരു സെയിം സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് ഓർത്തോ. അപ്പോൾ അതൊരു ടവലായിട്ടോ മാറ്റായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റിച്ചിൻ്റെ റിപ്പറ്റീഷൻ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ സെയിം കളറിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വി സ്റ്റിച്ചൊക്കെ ചെയ്തല്ലോ, പഫ് സ്റ്റിച്ചൊക്കെ ചെയ്ത മുന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ സെയിം കളറാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഓരോ റോയും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ സെയിം കളറാണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഈ ആൺ വെച്ച് ചെയ്യുക. അതല്ല ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കളർ വേണമെങ്കിൽ ഇനി കാണിക്കുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ഈ ഒരു ലൂപ്പിൻ്റെ അകത്തൂടെ ഇതിനെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതിവിടെ ടൈറ്റ് ചെയ്ത് അതോടെ ലോക്കാവും. നെക്സ്റ്റ് ഞാനിവിടെ ഈ ഒരു റെഡ് കളർ ഞാൻ വെച്ചിട്ടാണ് അടുത്ത റോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ബേസിക് തിങ് ആയ മറ്റേ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക, ഒരു സ്ലിപ്പ് നോട്ട്. എൻ്റെ ആ സ്ലിപ്പ് നോട്ട് ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ നമ്മൾക്കറിയാം അല്ലേ, ഒരു റോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റോ ചെയ്യാനായിട്ട് ഈ വർക്ക് ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. അപ്പോൾ അതങ്ങനെ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് പിടിച്ചു. ഇനി എന്നിട്ട് ഇതിൻ്റെ ഈ ലാസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ചെയിൻ അല്ലേ ഇവിടുത്തെ, അതിലേക്കാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ രണ്ട് ലൂപ്സിൻ്റെ അകത്തൂടെ ഹുക്ക് കടക്കുന്ന രീതിക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കടത്താൻ നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത വശം ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ഈ 2 ലൂപ്സിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്യുക. അവിടെ നമുക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതില്ലേ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വലിച്ച് അവിടെ ആ ഒരു ഹോൾ അങ്ങോട്ട് ഓക്കെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് വർക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് ഇടാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഈ സ്ലിപ്പ് നോട്ടില്ലേ ഇത് നമ്മുടെ ഹുക്കിലൂടെ കടത്തി ഇതിങ്ങനെ വല്ലാണ്ട് ലൂസായി നിൽക്കുകയാണെങ്കിൽ ഇവിടെ പിടിച്ചൊന്ന് ഹുക്കിൻ്റെ സൈസിന്, അത് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് സ്ലിപ്പ് നോട്ടിൻ്റെ ഡീറ്റെയിൽ. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സൈസാക്കി വെക്കുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്തു. എന്നിട്ട് ഇതിനോട് ലോക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ അത് ലോക്കായി അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടോ, അറ്റാച്ച്ഡ് ആയിപ്പോൾ. ഇനി നമ്മൾ 3 ചെയിൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണേ. 1 2 ആൻഡ് 3 അങ്ങനെ 3 ചെയിൻസ് ഇട്ടു ഇവിടെ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ഈ 3 ചെയിൻസ് ചെയ്ത് സെയിം ഒരു സ്പേസ് ഉണ്ടല്ലോ അങ്ങോട്ട് ഇത് യാൺ ഓവർ ചെയ്തിട്ട് ഈ സ്പേസിലേക്ക്, ആ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എണ്ണ പിടിച്ച് വലിച്ചിട്ട് കണ്ടോ, ഇപ്പോൾ 3 ലൂപ്സ് കിട്ടി. ഇനി അതിനെ 2 ആക്കുക, പിന്നെ വീണ്ടും അതിനെ 2നെ 1 ആക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമുക്ക് കിട്ടി. ഈ 3 ചെയിൻസ് ഇട്ടില്ല, അതും ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ കൗണ്ട് ചെയ്യുക. ഇനി സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൊണ്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമുക്ക് കിട്ടി. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതിൻ്റെ ഈ ഇതൊന്നും നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം ഹൈഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചെയ്യുന്നില്ല. ഈ ഷെൽ സ്റ്റിച്ചിൽ അത് ഇങ്ങനെ ഇതിലെ ഹൈഡ് ചെയ്താൽ അത് കാണും, അതുകൊണ്ട് അത് ഹൈഡ് ചെയ്യുന്നില്ല. അതവിടെ കിടക്കട്ടെ, ഫൈനലി ഫിനിഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മളിതാ ഇതിൻ്റെ എപ്പോഴും ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോഴാണ് ഇത് കാണാൻ പറ്റുക കേട്ടോ, മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ വർക്ക് ചെയ്തില്ല, അത് കഴിഞ്ഞ് 2 ചെയിൻസ് അഗെയിൻ സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ഇത് ഹുക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് 1, ഇത് 2 ആൻഡ് ഈ 3ാമത്തേതിലേക്ക് ആണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യുക. ഇത് ഈ പറഞ്ഞ പോലെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇതിലേ ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ ഹോള് വലുതാക്കിയിട്ട് ചെയ്യാം. അല്ല ഇതിലേ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ 2 ലൂപ്സിൽ കൂടെ അല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സിംപ്ലി ഒന്ന് വലിച്ചെടുത്തിട്ട് നമ്മുടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അറിയാമല്ലോ, അതാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വീണ്ടും നോക്കുക, ഈ 1 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് ഈ 3ാമത്തെ ചെയിനിലേക്ക്, അതായത് നമ്മുടെ ഈ ഷെൽ സ്റ്റിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിപ്പ് ഉണ്ടല്ലോ അവിടെ വരുന്ന സ്റ്റിച്ചിലേക്കാണ് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ 2 സ്കിപ്പ് ചെയ്ത് 3ാമത്തേതിലേക്ക് അതിൻ്റെ 2 ലൂപ്സിനെയും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണോ. ഫസ്റ്റായി, ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്,
ആൻഡ് ഫിഫ്ത്ത്. ഇപ്പം മുന്നത്തെ റോയിൽ അതേപോലെ തന്നെ സെയിം സ്പേസിലേക്ക് ആ സെയിം സ്റ്റിച്ചിലേക്ക് നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 3 ഇനി വീണ്ടും നോക്കുക. നെക്സ്റ്റ് ഇപ്പം ഇതല്ലേ വർക്ക് ചെയ്ത്, ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതങ്ങനെ ഉള്ളിലായി പോകരുത്. നെക്സ്റ്റ് വീണ്ടും കൗണ്ട് ചെയ്യുക. 1 2 കഴിഞ്ഞ് മൂന്നാമത്തേതിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. കാണാലോ അല്ലേ? മൂന്നാമത്തേതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും 1 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് ഈ ഒരു ഡിപ്പിലുള്ള ഒരു സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ 1 ഇപ്പോൾ നോക്കിയാൽ അറിയാം, 2 ഫുൾ ഷെല്ലും 1 ഹാഫ് ഷെല്ലും ആണ് നമുക്ക് സെക്കൻഡ് റോയിൽ കിട്ടിയിരിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ കൗണ്ട് ചെയ്യുക. 1 2 കഴിഞ്ഞ് മൂന്നാമത്തേതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വയ്ക്കുക. വീണ്ടും ആ 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് ഡബിൾ ക്രോഷ്യ. അതായത് ആ ഡിപ്പിൽ വരുന്ന ആ സ്റ്റിച്ച് അല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി. 5 തന്നെ ചെയ്ത് കൊടുക്കുക സെയിം സ്പേസിലേക്ക്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ റോ മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടോ ലാസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആവുമ്പോൾ അപ്പോൾ അത് നോക്കിയാൽ കാണാം. ഇനി ബാലൻസ് 1 2 3 ചെയിൻസ് ഉള്ളത്. അതിൽ ഈ തേർഡ് വണ്ണിലേക്ക് ലാസ്റ്റിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യസ്, അതായത് ഈ എൻഡിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചില്ലേ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ അതേപോലെ എൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ലാസ്റ്റിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാൻ പോവാണ്. 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ, അതായത് ഒരു ഹാഫ് ഷെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിലും 2 എൻഡിലും ഹാഫ് ഷെൽസ് വീതവും നടുക്ക് 4 ഫുൾ ഷെല്ലുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ അടുത്ത കളർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളറിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അല്ല ഇപ്പോൾ നമ്മൾ മൾട്ടി കളർ ചെയ്യുന്നതുകൊണ്ട് അടുത്ത കളർ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതിവിടെ കട്ട് ചെയ്ത് ഈ ലൂപ്പിലൂടെ വലിച്ചെടുത്ത് ഇതിവിടെ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കളർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് റോ ചെയ്യാനായിട്ട് ഇത് വർക്ക് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ ഈ ലാസ്റ്റ്, ഇപ്പോൾ ഇതിൽ ഈ 3 ഡബിൾ ക്രോഷ്യ ലാസ്റ്റ് വണ്ണുണ്ടല്ലോ, ഇവിടെ ആയിരിക്കും നമ്മൾ അടുത്ത കണ്ടോ 1 2
ലാസ്റ്റ് 3 ഇതിലായിരിക്കും നമ്മൾ അടുത്ത കളർ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകണം. ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കളറ് ഈ ആണാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ആദ്യം ആഡ് ചെയ്യണം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്യുക. സ്ലിപ്പ് നോട്ടിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്സ് അറിയാത്തവരാണെങ്കിൽ അത് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്തു. ഇനി ഇതാ ഈ ലാസ്റ്റത്തെ ഈ ചെയിൻ ഉണ്ടല്ലോ, നമ്മുടെ പ്രീവിയസ് റോയുടെ ലാസ്റ്റ് ഈ ഒരു ചെയിൻ അതിൻ്റെ ഈ 2 ലൂപ്പിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഗ്രീനിൽ ചെയ്ത സ്ലിപ്പ് നോട്ട് അറ്റാച്ച് ചെയ്യാണ്. റെഡ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആക്കി ഇങ്ങനെ എടുത്തു. എന്നിട്ട് എന്താ ജസ്റ്റ് ഒരു ചെയിൻ വലിക്കുക, ലൂപ്പ് വലിക്കുക, കണ്ടോ? അപ്പോൾ അവിടെ അറ്റാച്ച്ഡ് ആയി. ഇനി ചെയ്യുന്നത് ഈ സെയിം സ്പേസിൽ, ഇപ്പോൾ ഇത് ചെയ്ത് ഈ സെയിം സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് നെക്സ്റ്റ് 2 ചെയിൻസ് നോക്കുക. 1 2 കാണാമല്ലോ അല്ലേ? 1 2 ഈ മൂന്നാമത്തെ അതിൻ്റെ അകത്തേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. 1 2 കഴിഞ്ഞ് മൂന്നാമത്തേലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളൊരു ഷെല്ലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ, നാലാമത്തെ ഡബിൾ ക്രോഷ്യ, ഒരെണ്ണം കൂടെ, അങ്ങനെ 5 എണ്ണം ചെയ്തപ്പോൾ നമുക്ക് 3rd റോയിലെ ഫസ്റ്റ് ഷെല്ല് കിട്ടി, കണ്ടോ? ഇനി വീണ്ടും നെക്സ്റ്റ് 2 സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിലേക്ക് സിംഗിൾ ക്രോഷ്യ, വീണ്ടും ക്രോഷ്യ കഴിഞ്ഞ് 1 2 3 മൂന്നാമത്തേലേക്ക് വീണ്ടും നമ്മൾ അടുത്ത ഷെല്ല് 1 2 3 മൂന്നാമത്തേലേക്ക് അടുത്ത ഷെല്ലിലെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. 4 എണ്ണം കൂടെ. ഇപ്പം നമ്മുടെ സെക്കൻഡ് ഷെല്ലും കിട്ടി. ഇനി വീണ്ടും 2 എണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എപ്പോഴും 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വീണ്ടും 2 എണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേലേക്ക് ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 എണ്ണം സ്കിപ്പ് ചെയ്ത് 3 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ റോ മൊത്തം ചെയ്യാം. നമ്മൾ ഈ എൻഡ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇനി നോക്കിയാൽ ഇത് നമ്മുടെ ആദ്യത്തെ 3 ചെയിൻസ് അല്ലേ, ഈ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇട്ട ചെയിൻസ് അവിടെ കാണണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഡിപ്പിൽ വർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് 1 2 ചെയ്ത് മൂന്നാമത്തെ, അതായത് ഈ ചെയിൻ കണ്ടോ, 1 2 സ്കിപ്പ് ചെയ്ത് 1 2 കഴിഞ്ഞ് മൂന്നാമത്തേതിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യാണ്. 2 ലൂപ്പിലും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഹുക്ക് ചിലപ്പോൾ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ 3rd റോയും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ റിപ്പീറ്റേഷൻ ഞാൻ ഈ 3 കളർ യൂസ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ ഡിഫറെൻറ്റ് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി അടുത്ത കളർ ആഡ് ചെയ്യുക.
ഞാനിവിടെ ഈ 3 കളേഴ്സിൻ്റെ റിപ്പീറ്റേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഈ യെല്ലോ ആയിരിക്കും. അപ്പോൾ ആ യെല്ലോയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഈ ക്ലാസ് അവസാനിപ്പിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി അറിയാമല്ലോ, ഈ ചെയ്ത സെയിം പാറ്റേണിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ യെല്ലോയും കൂടെ ഒന്ന് നോക്കാം എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന്. ഇതിവിടെ ക്ലോസ് ചെയ്തു. നമ്മൾ വീണ്ടും യെല്ലോ എടുത്തു, അതിൽ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇതിൻ്റെ അടുത്ത റോ ആണല്ലോ, അപ്പോൾ നമ്മൾ വർക്ക് ഫ്ലിപ്പ് ചെയ്യണു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ലാസ്റ്റ് ചെയിൻ അതിൻ്റെ അകത്തേക്കാണ് യെല്ലോ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യെല്ലോ എടുത്തു. ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അകത്തെ കൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു സിംപ്ലി ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ലോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് 3 ചെയിൻസ് ആഡ് ചെയ്യാം. 1 2 3. സെയിം സ്പേസിൽ ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. നമ്മളിവിടെ ഹാഫ് ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ മുന്നത്തെ ഇതിൽ ചെയ്ത സെയിം ആണ്. ഈ സ്റ്റാർട്ടിങ് പോയിന്റ്സ് ആണ് ഓരോ റോ മാറുന്നതനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ. ഇനി 2 സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേയിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. വീണ്ടും 2 സ്കിപ്പ് ചെയ്ത ഡിപ്പിലെ മൂന്നാമത്തേതിലേക്ക് 5 ഡബിൾ ക്രോഷ്യസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ റിപ്പീറ്റേഷനാണ്. നമ്മൾ ആ സ്റ്റാർട്ടിങ് എൻഡിങ്ങും ആണ് ഓരോ റോയിലും ഡിഫറൻസ് വരിക കളർ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ കളർ ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഈ ഇപ്പം നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടി ആ സെയിം കളർ യാൺ വെച്ചിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇത് കാണുന്നില്ലായിരുന്നു ഈ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൗണ്ട് ചെയ്യുക. അങ്ങനെ കൗണ്ട് ചെയ്യരുത്. ഈ ഷെല്ല് കഴിഞ്ഞ് അപ്പോൾ ഒന്ന് ഇത് നന്നായി ഒന്നിങ്ങനെ വലിച്ചിട്ട് നോക്കുക കേട്ടോ, ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ അത് ഒരു ചെയിൻ ഉണ്ടാവും. ഇതപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. 1 2 3 ഗ്രീന് നമുക്ക് 1 2 3 3 എല്ലാം ലാസ്റ്റത്തേലേക്ക്. ഇവിടെ എൻ്റെ നോക്കിയാൽ മതി, 3 ഹാഫ് ഷെല്ലല്ലേ, 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ആ സെയിം 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ 4th റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഈ പാറ്റേണിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, മൾട്ടി കളറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതും ഞാനിവിടെ എൻഡ് ചെയ്യാണ്, ഈ കളർ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതാ നമ്മൾ ചെയ്യേണ്ട, ഈ സെക്കൻഡ് കളർ അല്ലേ. സെക്കൻഡ് കളർ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇത് വീണ്ടും ഇങ്ങനെ വെക്കണു, നമ്മൾ ഫ്ലിപ്പ് ചെയ്യണു. ഇതിൻ്റെ ഈ ലാസ്റ്റ് ചെയിനിൻ്റെ അകത്തേക്ക് നമ്മൾ
അടുത്ത കളർ റെഡിൽ സ്ലിപ്പ് നോട്ട് ഇട്ട് ആഡ് ചെയ്യണോ, ഫസ്റ്റ് ഇതിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണോ, 2 സ്കിപ്പ് ചെയ്യണോ, ഈ ഡിപ്പിലേക്ക് 5 ഡബിൾ ക്രോഷ്യസ്, അതായത് ഫസ്റ്റ് ഷെല്ല് 5th റോയിലെ ഫസ്റ്റ് ഷെല്ല് വർക്ക് ചെയ്യണോ, അങ്ങനെ ഫുൾ എൻഡ് ചെയ്യണോ, ഫ്ലിപ്പ് ചെയ്യണോ, പിന്നെ എങ്ങനെ ഗ്രീൻ ചെയ്ത പോലെ സെയിം വേ നമ്മൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ആ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 അങ്ങ് ചെയ്താൽ പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ യെല്ലോയും കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. സിംഗിൾ കളറാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ആദ്യം അങ്ങനെ ചെയ്യുക, എന്നിട്ട് മൾട്ടി കളറിൽ ചെയ്ത് നോക്കുക. മൾട്ടി കളറായിരിക്കും ഇൻട്രസ്റ്റിംഗ് കാണാനായിട്ട്. ഈ പാറ്റേൺ നല്ല ഭംഗിയാണ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഷെൽ സ്റ്റിച്ച്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കാണിച്ച ആ ബോർഡർ ഉണ്ടല്ലോ, സിമ്പിൾ ബോർഡറിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രോക്കിനൊക്കെ വേണമെങ്കിൽ താഴെ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ. നമുക്ക് ഇങ്ങനെ ഒരു ബോർഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐഡിയയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 9 റോസ് ആണ് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു പാറ്റേണിൻ്റെ ഒരു ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ടേബിൾ മാറ്റായിട്ടോ മാറ്റ്സ് ആയിട്ട് പ്ലേസ് മാറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ ഇത് കുറച്ചധികം ലെങ്ത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് ഇല്ല ലെങ്ത്ത് ഇല്ല, ഞാൻ കാണിക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ, അതായത് ഇങ്ങനെ കുറച്ച് ചെയ്തിട്ട് അത് ഇങ്ങനെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാലറ്റിലേക്ക് പേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കിനിപ്പോൾ ഈ എൻസ് അല്ലേ വർക്ക് ചെയ്ത് ഈ ബാക്കി വരുന്ന സംഭവങ്ങൾ എങ്ങനെ ഹൈഡ് ചെയ്യാന്നുള്ളത്. അത് ഒന്നില്ലെങ്കിൽ നമ്മൾ പല മെത്തേഡ്സ് പല ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയ ഹുക്ക് വല്ലതും എടുത്തിട്ട് നമ്മുടെ ഈ ബാക്കിൽ ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഈ ചെയിൻ്റെ അത് മുന്നേ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി ഒന്നില്ലെങ്കിൽ അങ്ങനെ കയറ്റി വിടുക, അങ്ങനെ ചെയ്യാം, ഹൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സംഭവം കുറച്ച് ലെങ്ത്തിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നീഡിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നീഡിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ സെയിം വേ സ്യൂവ് ചെയ്ത് വിടുക ബാക്ക് സൈഡിൽ. ഇപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം ഹുക്ക് തന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ റെഡ് കംപ്ലീറ്റ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തീരുന്ന വരെ ഇങ്ങനെ ഉണ്ടല്ലേ ആ സെയിം കളറിൽ തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇത് കൂടെ എടുക്കണം അങ്ങനെയൊന്നുമില്ല. കണ്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. കണ്ട ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ടും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിവിടെ ഇപ്പോൾ ഇത്രയൊക്കെ ആയ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ അങ്ങനെയാണ് ഈ എൻസ് ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ രീതിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിതുപോലെ കുറച്ച് ലെങ്ത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ സൈസിലും, ഇനിയിപ്പോൾ ഇത് കുറച്ച് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ ഇനീഷ്യലി ഇട്ട ചെയിൻ ഉണ്ടല്ലോ 32 എന്നുള്ളത് 6ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് ആ ഒരു കാൽക്കുലേഷൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ആ ഒരു രീതിക്ക് എടുത്തിട്ട് കുറച്ച് ലെങ്ത്തിൽ ചെയ്യുക. അതുപോലെ ഈ റോസും ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് അധികം വലുപ്പത്തിലാണെങ്കിൽ ബാഗ് ആക്കാം. അതല്ല ഇനിയിപ്പോൾ ഒരു കുറച്ച് ചെറിയ സൈസ് ആണെങ്കിൽ അതൊരു പേഴ്സായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇത്രയും ഈ പറഞ്ഞ രീതിക്കുള്ള ഇതൊന്ന് ചെയ്ത് റെഡി ആയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സി യു.